പറയുന്ന റാങ്ക്. അതായത് ഞാൻ റാങ്കിനെ പറ്റി പറയുമ്പോൾ ഇവിടെ നിന്ന് എല്ലാ ലീഡേഴ്സിനെയും ക്രിയേറ്റ് ചെയ്ത ലീഡേഴ്സാണ്. അപ്പോൾ അതിനുവേണ്ടി ഓൾ ഡിവിഷണൽ സെയിൽസ് ടീം മാനേജേഴ്സ് ലീഡേഴ്സിനെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഞാൻ പ്രതീക്ഷിച്ച ആദ്യം നമ്മളെ വിളിക്കുന്നത് വളരെ വളരെ സന്തോഷമാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വേദിയിലൂടെ നിൽക്കുമ്പോ നമുക്ക് ഒരുപാട് പഴയ മുഖങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ എല്ലാവരും DSM വിളിക്കുമ്പോൾ നമ്മളോട് വേദിയിലുണ്ട് അല്ലെ, ഡിവിഷണൽ സെയിൽസ്മാൻ റാങ്കിൽ. അപ്പോഴും അന്നൊരു ആഴ്ച ഞാൻ പറഞ്ഞിട്ട് അടുത്ത വേദി എത്തുമ്പോൾ കൃത്യമായിട്ട് DST പഠിച്ച് വേദിയിൽ എത്തുമെന്ന് പറഞ്ഞു. 17 7-ാം തീയതി പ്രോഗ്രാം ഇല്ല, 14-ാം തീയതി പ്രോഗ്രാം ഇല്ല. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഈ സ്റ്റേജിൽ കയറാൻ പറ്റൂല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അപ്പൊ ഇന്ന് നീണ്ട ഒരു 2 ആഴ്ചത്തെ ഇടവേള കഴിഞ്ഞ് വീണ്ടും ട്രിവാൻഡ്രം BOP-യിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ റാങ്ക് 13 റാങ്കുകളിൽ 7-ാമത്തെ റാങ്ക് അടിച്ചു കയറി വളരെ സന്തോഷമാണ്. ഓരോ റാങ്കുകളും നമ്മുടെ മുന്നിലേക്ക് വെക്കുമ്പോ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ, ഇതൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്ന് വിചാരിച്ചാൽ ഒന്നുകിൽ കുടുംബ പാരമ്പര്യമായിട്ട് സ്വന്തമുള്ള കുടുംബത്തിൽ ജനിക്കണം, അല്ലെ വിദ്യാഭ്യാസപരമായിട്ട് നല്ല വിദ്യാഭ്യാസ ഹൈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതൊക്കെ പറ്റുള്ളൂ എന്നൊക്കെയാണ് നമ്മുടെയൊക്കെ ധാരണ. പക്ഷെ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഒരു 20 വർഷത്തെ ഹോട്ടൽ മേഖലയിൽ നിന്നൊരു വ്യക്തി, സ്റ്റാർ ഹോട്ടലല്ല, സാധാരണ നാട്ടുപുറത്തുള്ള ചായക്കടയിൽ ദോശ, പൊറോട്ട, ചപ്പാത്തി, ഇടിയപ്പം, പൂരി, നെയ്റോസ്റ്റ്, മസാല ഇതൊക്കെ നമ്മുടെ ആ ഒരു ലൈഫ്. അവിടെ നിന്ന് മാറുന്ന ബിസിനസ്സിലേക്ക് വരുമ്പോ ഒരു 2 പേരെങ്കിലും ബിസിനസ്സിലേക്ക് കിട്ടുമോ എന്ന് തുടങ്ങിയ ഒരാളാണ്. ഇന്ന് അത്യാവശ്യം തിരക്കേടില്ലാത്തിരിക്കുന്ന നല്ലൊരു ടീം ബിൽഡ് ചെയ്തുകൊണ്ട് എന്റെ ജീവിതത്തിലെ ഓരോ സ്വപ്നങ്ങളും പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആയിട്ട് ഇന്ന് ദൈവം എന്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റാണ് ഫിജിക്കാണ്. ആത്മാർത്ഥമായിട്ട് ഇന്ന് ഈ ഹോളിലേക്ക് നിങ്ങൾ വിളിച്ചൊരു ബന്ധുവോ സുഹൃത്തോ നിങ്ങൾ അവരൊന്ന് വിശ്വസിക്കണം. വിശ്വാസം അതല്ലേ എല്ലാം. അപ്പൊ വിശ്വസിക്കുമ്പോൾ അത് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. ആ വിശ്വാസത്തിൽ ഒരു കിഴമ്പ് പോലും വെള്ളം ചേർക്കാൻ പാടില്ല. ആത്മാർത്ഥത വിശ്വസിച്ചുകൊണ്ട് ഇന്ന് ഈ പ്രോഗ്രാമുകളിലേക്ക് നിങ്ങൾ ക്ഷണിച്ച ബന്ധു സുഹൃത്തെ അവർക്ക് ഷാക്കറ്റ് കൊടുത്തുകൊണ്ട് എടാ ഞാനുമുണ്ട് നിന്നോടൊപ്പം, അല്ലെങ്കിൽ ഞാനുമുണ്ട് നിന്നോടൊപ്പം. ഇന്നലെ വരെയുള്ള എല്ലാ കഷ്ടപ്പാടുകളും മാറി ഇനി വരുന്ന നമ്മുടെ ജീവിതത്തിന്റെ സുവർണ്ണ കാലഘട്ടമായി ഈ ഫിജി കാർഡ് നിങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കുമെങ്കിൽ ഒരു സുരേഷ് എന്ന വ്യക്തിക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. കാരണം 20 വർഷം ഹോട്ടൽ മേഖലയിൽ നിന്ന് ഞാൻ അങ്ങനെ ജീവിതം മുന്നോട്ട് നമ്മൾ ഉപയോഗിച്ച സെക്കൻഡ് ഹാൻഡ് 2 വീലർ മാത്രമാണെങ്കിൽ ഒരു ഡ്രൈവിംഗ് പോലും അറിയാത്ത ബിസിലേക്ക് കടന്നൊരു വ്യക്തിത്വമായി ഞാനിന്ന് 8 ലക്ഷം രൂപയ്ക്കുമ്പോൾ വരുന്ന ടാറ്റ ടിയാഗോയുടെ ഫുൾ ഓപ്ഷൻ കാറിനെ ഓണാണെങ്കിൽ കാണാൻ പറ്റുന്നത്. 2015 വിവാഹം കഴിഞ്ഞ് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് 4 വീടുകൾ മാറി മാറി താമസിച്ച ഞാൻ ഫിജിറ്റൽ വില്ല എന്ന് പേരിട്ടുകൊണ്ട് പോത്തമ്പുഴ മണ്ണിൽ ഒരു കുഞ്ഞു വീടുമായിട്ട് സ്വന്തം വീട്ടിലേക്ക് താമസമാക്കിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ വിശ്വസിക്കട്ടെ. വിശ്വസിക്കുക, ഏറ്റെടുക്കുന്ന ഒരു മനസ്സ്. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും എവിടെയൊക്കെ വീണ് പോയാലും അവിടെയെല്ലാം കൈപിടിച്ച് കയറ്റുവാൻ നമുക്കൊരു ലീഡർ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ഏത് വ്യക്തിയും അവിടെ പരാജയപ്പെടില്ല. തീർച്ചയായും നമുക്ക് വിശ്വസിക്കാം. സുരേഷ് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് ട്രിവാൻഡ്രത്തിലെ ആദ്യത്തെ ഡയമണ്ടായ അനിൽ നെയ്യാറ്റിക്കര എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോഴും നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ട് എടാ ഞാനുണ്ട് നിങ്ങളൊപ്പം നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഒരു യുദ്ധത്തിൽ നമുക്ക് ഇറങ്ങാം. ഇതൊരു ഫിനാൻഷ്യൽ വാർ, ഇതൊരു യുദ്ധമാണ്. ജീവിതത്തിൽ വിജയിക്കണമെന്ന് തീരുമാനിച്ചോർപ്പിച്ച യുദ്ധം. കാരണം എവിടെയെങ്കിലൊക്കെ വിജയിച്ച് നിൽക്കുന്നവരെ തോക്കാൻ പേടിയുള്ളൂ. ആണല്ലേ? വിജയിച്ച് നിൽക്കുന്നവരാണ് തോക്കാൻ പേടിയുള്ളൂ. തോറ്റ് കിടക്കണം. നമ്മൾ ആരെ പേടിക്കണമെന്ന് അടിച്ചു കയറിയോ സമൂഹത്തിലും നിങ്ങളുടെ മാറണമെങ്കിൽ മക്കളെ കളിയാക്കിയ സമയത്തൊക്കെ നിങ്ങളുടെ കുടുംബക്കാരുടെ മുന്നിലേക്ക് തലകുടിക്കേണ്ട സാഹചര്യത്തിലും അഭിമാനത്തോടെ തലയെടുത്ത് നിൽക്കണമെങ്കിൽ നിങ്ങൾ എവിടെ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെയെല്ലാം നിങ്ങളെ ഒന്നാം സ്ഥാനത്ത് എത്തുന്ന വേറെ ഒന്നുമല്ല മണി തന്നെയാണ്, ഫിനാൻഷ്യലിയാണ്.
ഒരു ദിവസം കടമില്ലാത്തൊരു ദിവസമെങ്കിലും ഭൂമിയിൽ കിടന്നുറങ്ങിട്ട് മരിക്കണം എന്നൊരു തീരുമാനം നിങ്ങൾക്കുണ്ടെങ്കിൽ മറ്റാരുടെയും മുന്നിൽ നിങ്ങളെ ബുദ്ധിമുട്ട് അടിയറ വെക്കാതെ ഏറ്റെടുക്കുക. ഫിജി കട്ടനെ കൂടെ ഉണ്ടാവും 9 ഗോൾഡൻ ലെറ്റേഴ്സ്, PHYGICRT 9 ഗോൾഡൻ ലെറ്റേഴ്സ്. ഇന്ന് ഈ കയ്യിൽ നിന്ന് അർത്ഥമിട്ടാൽ ആ ബ്ലഡും അതുപോലെ കൂടിച്ചേർന്ന് ഇളകിലേക്ക് ബ്ലഡ് പോലെ മാറി. അത് തന്നെയാണ് ഫിജി കട്ട്. വെറുതെ കട്ടിന്റെ കാര്യങ്ങളിൽ കാട്ടുതീയായിട്ട് എന്തെങ്കിലും നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതിന്റെ ഇറങ്ങിത്തിരിക്കാന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ നിന്ന് തട്ടിക്കറ നെഗറ്റീവിനൊക്കെ പൂമാനം സ്വീകരിക്കാം. ഒരു കോൺഗ്രസ് തയ്യാറുള്ള ലൈഫ് സെറ്റ് ആക്കാം. ഒരൊറ്റ ലൈഫുള്ളൂ. ലൈഫിൽ എന്തില്ല റീടേക്കില്ല, ഒറ്റ ടേക്കുള്ളൂ. അന്തർസരം ജയിക്കാം. പിന്നെ ഞാൻ വിളിക്കുമ്പോൾ എന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് എന്റെ ടീം തന്നെയാണ്. കാരണം എന്തിനും കട്ടയ്ക്ക് ചങ്കൂറ്റത്തോടെ നമ്മളോടൊപ്പം ഇരിക്കുന്ന ടീം. ഒരു സൂം മീറ്റിംഗിൽ ഞാൻ ഇരിക്കുമ്പോ ആ പ്രോഗ്രാമിന്റെ പോസ്റ്ററും ഇന്നലെ അവിടെ പറഞ്ഞല്ലേ DSM എന്ന് എഴുതിയുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മുടെ ചങ്കപ്പാകുന്ന സനക്ക് സാറും സത്യം സാറും കൂടെ ഒരു വർക്ക് കഴിഞ്ഞ് വരുന്ന വഴി പറഞ്ഞു, സാറേ ഇപ്പൊ പോയ സൈഡിൽ ക്ലോസിംഗ് ആണ്, ഒരു 100 പേര് കിട്ടിയിട്ടുണ്ട്. ഞാൻ സാറേ പ്രോഗ്രാമിൽ കയറിയപ്പോൾ DSM ആയിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാം കഴിയുമ്പോൾ DSTM ആയിട്ടാണ് ഞാൻ അറിയുന്നത്. അപ്പൊ എന്തായാലും 13 റാങ്കുകളിൽ 7 റാങ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തുവെങ്കിൽ ഇനിയുള്ള 6 റാങ്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. 5ാമത്തെ റാങ്കിൽ നിന്ന് 6ാമത്തെ റാങ്കിലേക്ക് എത്തിയ ആ സമയം പോലും എടുത്തിട്ടില്ല. 6ൽ നിന്ന് ഞാൻ 7ലേക്ക് എത്താം. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്കറിയാം വളരെ ഫാസ്റ്റ് ആയിട്ട് കൃത്യമായിട്ട് അളന്ന് കുറിച്ച ഡേറ്റുകൾ വെച്ചുകൊണ്ട് തന്നെ ഓരോ റാങ്കുകൾ വെട്ടിപ്പിടിക്കാം. 13 റാങ്കുകൾ നമ്മുടെ സ്വപ്നമാണ്. നേടിയിരിക്കും. ആയിരക്കണക്കിന് ആൾക്കാരുടെ വേദികളിൽ ഡോക്ടർ ബോബി ചെമ്മണ്ണന്റെ കയ്യിൽ നിന്ന് 1 കോടിയുടെ ബില്ലാ ഫണ്ട് ഈ കൈകളുകൊണ്ട് വാങ്ങിയിരിക്കും. വാങ്ങിക്കൊടുത്തിട്ട് തന്നെ എന്തായാലും ഞാൻ നിർത്തിയാണ്. ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഓരോ റാങ്കിന് ഓരോ കൊട്ട് കിട്ടാറുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച കൊട്ട് കിട്ടി, കാലോട്ടും വയ്യ, വണ്ടി വീണതാണ്. അപ്പൊ ഇനി അടുത്ത റാങ്കിൽ അടുത്ത വീഴ്ചയുള്ളൂ. അപ്പൊ ഓരോ റാങ്കിന് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കാരണം തീരെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ. ഏറ്റെടുക്കുക, ഇറങ്ങിത്തിരിക്കുക. സുരേഷ് എന്തെങ്കിലായിട്ട് നിങ്ങൾക്ക് ഓർമ്മ പറ്റും. ഒരൊറ്റ തീരുമാനം 2025 ഡിസംബർ 31 ലൈഫ് സെറ്റ് ആക്കാൻ. ആ തീരുമാനം നിങ്ങളുടെ വിജയിച്ച ആളുകളുടെ നിങ്ങളുടെ പേരുണ്ടാവും. ഇറങ്ങി എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.